ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പ്രപഞ്ചത്തിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെയായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും എനർജിയുമായി കണക്റ്റ് ആയതിനു ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക. കാരണം ഇതൊരു എനർജി എക്സ്ചേഞ്ച് വീഡിയോ ആണ്. ഇന്ന് ഇവിടെ വന്നിട്ടുള്ള കാർഡ് പേജ് ഓഫ് കപ്സ് ആണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് സന്തോഷ വാർത്തകൾ, പ്രധാനപ്പെട്ട വിവരങ്ങൾ, സാമൂഹിക പരിപാടിയിലേക്കുള്ള ക്ഷണങ്ങൾ, ഗോസിപ്പുകൾ അല്ലെങ്കിൽ പ്രണയാഭ്യർത്ഥനയ്ക്കുള്ള സാധ്യത എന്നിവയുമാകാം. ഇത് നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ പ്രതിനിധീകരിക്കുന്നു. അതിനാൽ ഈ പേജ് ഓഫ് കപ്സ് എന്ന കാർഡ് വരുമ്പോൾ കാര്യങ്ങൾ ഗൗരവമായി എടുക്കരുത്. ജീവിതത്തിൻ്റെ രസകരവും നിസാരവുമായ വശം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായി ബന്ധപ്പെടേണ്ടതിൻ്റെ ഒരു സൂചനയായിരിക്കാം അത്. ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ വ്യക്തിഗത ശൈലി പരീക്ഷിക്കാനോ ഫാഷനിൽ ആനന്ദം കണ്ടെത്താനോ കഴിയുന്ന തരത്തിൽ ഇത് ബ്യൂട്ടി, ഫാഷൻ, ഗ്ലാമർ അല്ലെങ്കിൽ സ്റ്റൈൽ എന്നിവയെ പ്രതിനിധീകരിക്കാനും കഴിയും. പേജ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ദയയും അനുകമ്പയും സഹായവും വാത്സല്യവും വിശ്വസ്തതയും ഉള്ളവരായിരിക്കാൻ അനുവദിക്കുന്ന ഒരു വൈകാരിക പക്വതയുടെ തലം നേടാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ഇത് കാണുന്ന മിക്കവരും ചെറുപ്പക്കാരനോ കുട്ടിയോ അല്ലെങ്കിൽ ഹൃദയത്തിൽ ചെറുപ്പമായ അല്പം ദിവാസ്വപ്നക്കാരനോ അവബോധജന്യനും നിഷ്കളങ്കനും സെൻസിറ്റീവും ആദർശവാദിയുമായ ഒരു വ്യക്തിയായിരിക്കാനാണ് സാധ്യത. നിങ്ങൾ വാട്ടർ സൈൻ ആണെങ്കിൽ ഇത് കൂടുതൽ റെസനേറ്റ് ആവുന്നതാണ്. അതായത് സ്കോർപിയോ, ക്യാൻസർ എന്നീ സോഡിയാക് സൈൻസിലാണെങ്കിൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ റെസനേറ്റ് ആവും. നിങ്ങളുടെ സെൽഫ് ഗ്രോത്തിനും സന്തോഷത്തിനുമായി യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്, അതായത് സെൽഫ് അവെയർനെസ്. തിരക്കേറിയ ഈ ലോകത്ത് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം പലപ്പോഴും കേൾക്കാതെ പോകുന്നുണ്ടാകാം. ഇന്ന് അല്പസമയം നിശബ്ദമായിരിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ ഭയപ്പെടാതെ അഭിമുഖീകരിക്കുക. ഇത് നിങ്ങളുടെ ആന്തരികമായ സമാധാനത്തിലേക്കുള്ള ആദ്യ പടിയാണിത്. മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുക. ഒരു ചെറിയ കുട്ടിയുടെ കൗതുകത്തോടെ പുതിയ കാര്യങ്ങളെ സമീപിക്കുക. എനിക്കിത് സാധിക്കുമോ എന്ന ചിന്തയ്ക്ക് പകരം ഞാൻ ഇതൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന രീതിയിൽ പോകുക. ആർദ്രതയോടെ പെരുമാറുക. മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹം നിങ്ങൾ നിങ്ങളോടും കാണിക്കുക. നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കൊച്ചു വാർത്തയോ സന്ദേശമോ ഇന്ന് തേടിയെത്തും. അത് എന്തു തന്നെയായാലും നന്ദിയോടെ സ്വീകരിക്കുക.